നമ്മൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും, എല്ലാം നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവരായിരിക്കും. പക്ഷേ ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് ചിലപ്പം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അയർലൻഡിലേക്കുള്ള നഴ്സസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പെട്ടെന്ന് ഒരാൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ പോലും പറയാൻ പേടിക്കുന്ന പലരും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു, ഇപ്പോഴും കുറച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ടെൽ us about yourself and your nursing background. അപ്പോൾ ഇങ്ങനെ പറയുമ്പം നമ്മളെക്കുറിച്ച്, നമ്മളെവിടെ നിന്ന് വന്നു, നമ്മുടെ വീട് എവിടെയാണ്, അങ്ങനെയല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ആൻസർ ഞാൻ പറയാം. ഇപ്പം ടെൽ us about yourself and your nursing background എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഐ എ ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്പാഷനേറ്റ് നഴ്സ് എന്ന് പറയാം. ദെൻ ടെൽ യുവർ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതൊക്കെ ആഡ് ചെയ്യുക. ലൈക്ക് ഞാൻ അക്യൂട്ട് ഒരു സെറ്റിങ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ സർജിക്കൽ വാർഡ്, എൽഡർലി, ICU, അങ്ങനെ പറയാം. ആൻഡ് നമുക്ക് പറയാം വി ആർ ഫോക്കസിങ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മെയിൻ എയിം പേഷ്യൻ്റ് സേഫ്റ്റി, ഡിഗ്നിറ്റി ആൻഡ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേഷ്യൻ്റ് സേഫ്റ്റി, ഡിഗ്നിറ്റി, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി എംഫസൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിന് കുറച്ചും കൂടെ ഇഷ്ടമാവും. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് വൈ ഡു യു വാണ്ട് ടു വർക്ക് ഫോർ HSE ഇൻ അയർലൻഡ്. ഞാൻ ഈ പറയുന്നത് അയർലൻഡ് HSE ഹോസ്പിറ്റലിലേക്ക് വരുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്കതിന് കൊടുക്കാവുന്ന ആൻസർ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ത്രൂ ഔട്ട് അയർലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ HSE എന്ന് പറയുന്നത്. സോ അവിടെ നമ്മളൊരു ഭാഗമാവുക എന്നുള്ളത് പറയുന്നത് നമ്മളുടെ കരിയർ ഡെവലപ്മെൻറ്റിനും ഒപ്പം നമുക്ക് പേഷ്യൻറ്റിന് ഒരു കെയർ കൊടുക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ എടുക്കുന്നതെന്ന് പറയാം. അതായത് ഈ HSE എന്ന് പറയുന്നത് സപ്പോർട്ടിങ് നേഴ്സസ്, അതായത് നമ്മുടെ ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാം. I admire person-centered care, infection prevention and multidisciplinary teamwork, career growth, further education, which align with my long-term goals. ഇതൊക്കെയാണ് നമുക്ക് HSEയിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ ഡു യു എൻഷുർ സേഫ് മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ നഴ്സിങ്ങിനകത്ത് മെയിനായിട്ട് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് പറയാവുന്നത് ഐ ഫോളോ HSE മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് പോളിസി. എല്ലായിടത്തും ഒരു പോളിസി ഉണ്ടാവും, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കെയർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു പറയാം. വിൽ ഡബിൾ ചെക്ക് അലർജീസ് എന്ന് പറയാം. റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ ആ ഫുൾ 10 റൈറ്റ്സ് നമ്മൾ പറയണം. ഓക്കെ, ആസ്ക് അനദർ നഴ്സ് ഫോർ വെരിഫിക്കേഷൻ. ഒരു മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മറ്റൊരു നഴ്സുമായിട്ട് വെരിഫിക്കേഷൻ ചെക്ക് ചെയ്യും, ഡോക്യുമെൻറ്റേഷൻ ചെയ്യും, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു മെയിൻറ്റെയിൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ സ്ട്രിക്ട്ലി ഫോളോ ദ HSE സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, പ്രോപ്പർ ഹാൻഡ് ഹൈജീൻ, like we will follow WHO's 5 moments of hand hygiene എന്ന് പറയാം. യൂസ് ഓഫ് PPE as appropriate, safe disposal of sharps, cleaning and disinfection of equipments, maintaining aseptic technique, educate patients and visitors about isolation protocols and the importance of hand hygiene, ensuring like infection control is everyone's responsibility എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഇന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.